സുന്നത്ത് കർമ്മം അല്ലെങ്കിൽ ചേലാകർമ്മം അല്ലെങ്കിൽ പരിചേതന കർമ്മം കഴിഞ്ഞു പോകുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരുപാട് സംശയങ്ങളുണ്ട്. ഒന്നാമതായി പലരും ചോദിക്കുന്നത് എന്ത് ഭക്ഷണം കൊടുക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു ഭക്ഷണം കൊടുക്കണം എന്നുള്ള നിയമമൊന്നും ഇല്ല. എങ്കിലും ചേലാകർമ്മം ചെയ്ത ആ ഒരു ദിവസം ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. വേണമെങ്കിൽ സൂപ്പ് രൂപത്തിലുള്ളത്, ജ്യൂസ് രൂപത്തിലുള്ളത്, അങ്ങനത്തതൊക്കെ കൊടുക്കുക. ഇനി വല്ല ചാൻസിലും ഛർദിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് ദ്രാവക രൂപത്തിലുള്ളത് കൊടുക്കുക. രണ്ടാം ദിവസം തൊട്ട് പിന്നെ കുട്ടികൾക്ക് എന്ത് ഭക്ഷണമാണോ അവരിഷ്ടപ്പെടുന്നത് അതിലെന്തും കൊടുക്കാം എന്നുള്ളതാണ്. ഇനി കുട്ടികൾക്ക് പോകുമ്പോൾ അവരെ കയ്യിൽ ഒരുപാട് മരുന്നുകൾ കൊടുത്തയക്കുന്നുണ്ടല്ലോ, ഇത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളൊരു സംശയം പലർക്കുണ്ട്. ഒന്ന്, ഈ മുറി ഹീല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റിബയോട്ടിക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അത് അമോക്സിലിൻ, ക്ലാവുലാനിക് ആസിഡ് മിക്സ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ. രണ്ടാമതായിട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചേലാകർമ്മം ചെയ്യുന്ന സമയത്ത്